സന്തോഷം കൊണ്ട് പോകല്ലേ മമ്മ പോകുമ്പോ നീ പോകാം. എന്നെ കൊണ്ട് കഴിയാത്ത എൻ്റെ കുട്ടികൾ അറിയിച്ചു തന്നു. എന്തല്ല എല്ലാവരും പ്രാർത്ഥിക്കണം. എൻ്റെ കുട്ടികൾ കുറേ ഇടങ്ങേറായ ഒരു വണ്ടിക്ക് വേണ്ടിയിട്ട് വണ്ടി കിട്ടിയതായാലും അടിച്ചാണ് സുസ്കൃതി. അപ്പം നന്ന എല്ലാവർക്കും നന്ദിയുണ്ട്. ഹലോ, അസ്സാം വലൈക്കും. ഇന്നെന്ന് പറഞ്ഞാൽ എൻ്റെ കുടുംബത്തിൽ അത്രയും വലിയ സന്തോഷമുള്ള കാര്യം നടക്കാൻ നിൽക്കുകയാണ്. അതിന് പോകാൻ പറ്റിയില്ലല്ലോ എന്നില്ല, ആകെ ഒറ്റ സങ്കടമുള്ളൂ വെച്ച്. അതായാലും അളിയനായാലും എല്ലാവരും ഉണ്ട് അവിടെ. പക്ഷെ നമ്മൾക്ക് ഈ എന്താ പറയുക, ഇത്രയും നമ്മളതിൽ ഇടങ്ങേറായിട്ട് ഇന്നാണ് നമ്മളെയും കൊണ്ട് ഇത്രയും എത്തിയല്ലോ, ഇങ്ങോട്ട് അതിന് നമുക്ക് എത്താൻ പറ്റിയില്ലല്ലോ, കൂടാൻ പറ്റിയില്ലല്ലോ എന്ന് ആകെ ഒറ്റ സങ്കടമുള്ളൂ. ഇപ്പം ഞങ്ങളിപ്പോൾ യൂട്യൂബ് തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു കൊല്ലം 2 മാസമോ 1 മാസമൊക്കെ ആയിട്ടുള്ളൂ. അപ്പോൾ തന്നെ നമ്മൾ ഇത്രയും നമ്മൾ എത്തിക്കണമെങ്കിൽ അത് ഭയങ്കര കിട്ടലാണ്. പക്ഷെ നമ്മൾ ഈ തുടങ്ങിയപ്പോൾ മുതൽ തന്നെ ഇപ്പം നമ്മളെ അറിയണോലായാലും കുറേ ആൾക്കാർ നമ്മളെ കളിയാക്കിക്കണം, എന്തിനാണ് ഈ വീഡിയോ എടുക്കുന്നത്, എന്ത് കിട്ടാനാണ്. അതേമാതിരി എന്നോടിപ്പോൾ ഈ വീഡിയോ ഒക്കെ ഇറങ്ങുന്ന് പറഞ്ഞിട്ട് നമ്മളെ ഒഴിവാക്കി പോയ വരെ ആൾക്കാരുണ്ട്. അതും എന്താ പറയുക, ഒന്നും കിട്ടൂല, നിങ്ങളെ കയ്യിലൊന്നുമില്ല, നിങ്ങളെവിടെ എത്തൂല, അങ്ങനെ പറഞ്ഞ് കുറേ ആൾക്കാരുണ്ട്. ഒന്നാമത് അയിമെന്ന് തുടങ്ങിയ വാശിയാണ് ഈ വീഡിയോ ഒക്കെ ഇറങ്ങാല്ലേ ഒന്നാമത്തെ കാരണം. ഓല് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എവിടെയെങ്കിലും എത്തിച്ചു, അത്രേ ഉള്ളൂ. അത് നമ്മൾ മുഖത്തൊക്കെ പറഞ്ഞപ്പോൾ നമുക്ക് നല്ല ഇടങ്ങേറുണ്ടായിന്. നമുക്ക് ഈ പൈസ ഇല്ല പേരിൽ നമ്മൾ പലയിടത്തും നമ്മൾ ഇടങ്ങേറാക്കിക്കണ് ഇടങ്ങേറാക്കിയേക്കണ്. നമുക്ക് ഇതിൻ്റെ പെരക്കാരായാലും ബാപ്പയായാലും ഉമ്മയായാലും നമ്മളങ്ങനെ എന്താ പറയുക, പൈസ ഇല്ല അതില്ല എന്നൊന്നും നമ്മളങ്ങനെ വളർത്തിയിട്ടൊന്നുമില്ല. പക്ഷെ പുറമെല്ലോർക്ക് അതൊരു കുറച്ചിലാണ്. നമുക്കൊന്നുമില്ല ആ ഒരു മൈൻഡ് ഉണ്ട് എല്ലാവർക്കും. അപ്പം എന്താ പറയുന്നത് വെച്ചാൽ, ഈ ഒരു കൊല്ലം കൊണ്ട് ഇപ്പം നമുക്ക് ഇവിടെ എത്താൻ എത്തിക്കണമെങ്കിൽ അതിൻ്റെ ഇതാണ്. ഇപ്പോൾ ഞങ്ങളെയും കൊണ്ട് ആ യൂട്യൂബിലത്തെ പൈസയും കൊണ്ടാണ് ഇപ്പം ഞങ്ങൾ ഈ സത്യമായിട്ട് പറഞ്ഞാൽ കാർ ഇറക്കിയത് പറഞ്ഞാൽ. അപ്പോൾ എന്താ പറയുക, സന്തോഷം കൊണ്ട് തൊള്ളിന്നാണെങ്കിൽ ഒന്നും വരുന്നുമില്ല. ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. എന്താ പറയുക, ഇന്ന് ഷഫീഖ് പറഞ്ഞാതിരി ഞങ്ങളെല്ലാവരും വിചാരിച്ചാത്തൊരു കാര്യം പെട്ടെന്ന് നടക്കുകയാണ്. അന്ന് മുതൽ ഇന്നേരെ ഞങ്ങളെല്ലാവരും ഒപ്പമുണ്ട്. എന്ത് പ്രശ്നം വന്നാലും, എത്ര നെഗറ്റീവ് വന്നാലും പോസിറ്റീവ് വന്നാലും അങ്ങോട്ടും ഇങ്ങോട്ടും സങ്കടം പറയലുണ്ട്, എന്ത് ഇടങ്ങേറാൾ പറയലുണ്ട്. അപ്പം ഷഫീഖ് പറഞ്ഞ പോലെ ഞങ്ങൾ യൂട്യൂബ് തുടങ്ങിയിട്ട് ഇമ്മ പറഞ്ഞിട്ടാണ് ഞാൻ ഫസ്റ്റ് ടൈമായിട്ട് യൂട്യൂബ് തുടങ്ങണത്. ലാബിലിരുന്ന ടൈമിൽ, അന്ന് ഫസൽ ഫാമിലിയൊക്കെ യൂട്യൂബ് തുടങ്ങിയിരിക്കുന്നത് ലാബിലിരുന്ന ടൈമിൽ എനിക്ക് അങ്ങനെ തോന്നിയതാണ്. കുട്ടികളെ വെച്ച് ചെയ്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയും. പിന്നെ ഞങ്ങളായി അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ട് വെറുതെ ഹാല് പഠിച്ചോൻ തോന്നിപ്പിച്ചതൊക്കെ അറിയില്ല. അങ്ങനെ തുടങ്ങി. ഇപ്പാൻ്റെ അസുഖത്തെ പറ്റിയാണ് പിന്നെ അങ്ങനെ യൂട്യൂബും കാര്യമൊക്കെ തുടങ്ങാന്ന് വെച്ചത്. അൽഹംദുലില്ലാ 60,000 സബ്സ്ക്രൈബ് ഞങ്ങളിപ്പോൾ ഉണ്ട്. അപ്പം എല്ലാവരും ഒരു ആഗ്രഹിനി എന്താ പറയുക, ഇപ്പാക്ക് അസുഖമുള്ള ടൈമിൽ നിങ്ങളെല്ലാവരും കണ്ടാണ് ഞങ്ങൾ ഓട്ടോറിക്ഷയിൽ ഒക്കെ കാരം കൊണ്ടുപോകും. അല്ലെങ്കിൽ ചെറിയാപ്പുൻ്റെ കൂട്ടുകാരന്മാരുടെ കാറോ അല്ലെങ്കിൽ അപ്പുറത്തെ കാറോ അങ്ങനെയൊക്കെ എടുത്ത കാരം എവിടുന്നേരൊക്കെ കാറ് ഒപ്പിപ്പിടിച്ച് കൊണ്ടുവരും. സിഫ്നാന് പ്രസവത്തിനായാലും അങ്ങനെ കാറും കാര്യമൊക്കെ അങ്ങനെ വാങ്ങലാണ്, നമുക്കില്ല. അപ്പോൾ ഉപ്പാനെ വണ്ടി കയറ്റലും കാര്യമൊക്കെ ഇതായപ്പോൾ അന്ന് മുതൽ ഷഫീഖ് ചെറിയാപ്പനോട് ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ ഒരു കാർ എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എടുത്താലോ. അപ്പോൾ ചെറിയാപ്പൂ അങ്ങനെ കൂടി, പിന്നെ സിഫ്നിയും കൂടാന്ന് പറഞ്ഞ് 3 ആളായിട്ടാണ് ഈ ഒരു കാറിൻ്റെ ഇത് ഇങ്ങനെ വരുന്നത് കേട്ടോ. എല്ലാവരും പാടിയാണ് ഇത് എടുക്കുന്നത്. അപ്പോൾ ഞങ്ങൾ കാർ എടുക്കുന്ന ടൈമിൽ ഞങ്ങൾക്ക് എന്താ പറയുക, ഞങ്ങൾ പറഞ്ഞൊരു കാര്യമാണ്, കാറിന് നമ്മളെ പേര് യൂട്യൂബിൻ്റെ പേര് ക്രേസി ഫാമിലി എന്ന് എഴുതണം. അപ്പം അതും കാര്യമൊക്കെ സെറ്റാക്കി എന്താ പറയുക, ആ കാർമൊക്കെ നോക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. ഞങ്ങളെല്ലാവരെയും എത്രയോ ദിവസം ഉറങ്ങാതെ എഡിറ്റ് ചെയ്തിട്ട് കുറേ ആൾക്കാരെ നമ്മൾ തളർത്താൻ നോക്കിയാണ്. നമ്മൾ മുന്നിൽ ചിരിച്ചു നിന്നിട്ട് നമ്മളാണ് തിരിയുമ്പോൾ നമ്മളെ പറ്റി എങ്ങനെ കുറ്റം പറയാം, നമ്മളെ പറ്റി നെഗറ്റീവ് പറയാം. അങ്ങനെ കുറേ സംഭവങ്ങൾ ഉണ്ടായിക്കണ്. ഒക്കെ നമ്മൾ മറികടന്ന് ഇതുവരെ എത്തി. അങ്ങനെ നമുക്ക് ആരോട് പരാതിയില്ല, പരിഭവമില്ല. കാരണം എന്താ വെച്ചാൽ നമുക്ക് കുറേ ആൾക്കാരെ അറിയാൻ പറ്റി.
ആരൊക്കെ ഇത് എന്തൊക്കെയാണ്, ആരൊക്കെ ഇതിൽ നിന്ന് എന്തൊക്കെ വീണെന്ന് നമുക്കൊരു ഐഡിയ ഇത് തുടങ്ങിയോണ്ട് കിട്ടി. ആരൊക്കെ നമ്മളെ കുത്തി പറയും, എത്ര ലെവലോളം നമ്മളെ ചവിട്ടി താത്തും. കുറേ നെഗറ്റീവ് കേട്ടിക്കണ പറഞ്ഞാൽ കുറേ നെഗറ്റീവ് കേട്ടിക്കണം. ഇപ്പം ആദ്യമൊക്കെ ഇട്ടിട്ട് പോയാലോ എന്ന് പല വട്ടം വിചാരിച്ചിരിക്കണ്. അങ്ങനെ അന്നിട്ടിട്ട് പോവുകയാണെങ്കിൽ ഒന്നും നടക്കൂല കേട്ടോ. പിന്നെ ഒന്നെത്തൂല. ഫസൽ ഫാമിലി ആയാലും ഞങ്ങൾ കുറേ സപ്പോർട്ട് ചെയ്തിരിക്കണ്. ഇത് എല്ലാവർക്കും കൂടുതൽ സങ്കടം പറയാനുണ്ടാവുള്ളൂ. കാരണം നമ്മൾ ഒരു ഫീൽഡിൽ നിൽക്കണോല്, ഈ അറിയണോല് നമ്മൾക്ക് അത്രയും അടുത്തുള്ളവരൊക്കെ അറിയാം. നമ്മളെ ചവിട്ടി താത്താനെന്നില്ല ആൾക്കാരെ അറിയണത്. എന്താ പറയുക, ചവിട്ടി താത്താൻ കഴിയണോല് അത്ര ഓലയും കൊണ്ട് പറ്റണ അത്ര ഓല് ചവിട്ടി താത്തിയിരിക്കണം. അപ്പം ഓലോടാണ് നമുക്ക് നന്ദി അറിയാമല്ലോ. എന്താ വെച്ചാൽ ഞങ്ങൾ ഡെയിലി ഒരു വീഡിയോ ഇട്ട് ഞങ്ങൾ വാശയ്ക്ക് ഒരു ദിവസം 2 വീഡിയോ, ഒരു ഷോട്ട് അല്ലെങ്കിൽ 2 ഷോട്ട് ഞങ്ങൾ കയറ്റാൻ നോക്കി. ഇവിടെ കണ്ടിട്ടില്ലെങ്കിൽ ഷെഫീങ്ങിനോട് ഞങ്ങൾ പറയും, എടാ അങ്ങനെ വീഡിയോ എടുക്കട്ടോ. ചില ദിവസമൊക്കെ ഉണ്ടല്ലോ നമുക്ക് എന്താ പറയുക, നമ്മൾ ചില കുടുംബക്കാരുടെ ഇടയിൽ നമ്മൾ പോകുമ്പോൾ ഓൾക്ക് യൂട്യൂബ് എന്നുള്ള സംഭവം ഇഷ്ടമുണ്ടാവില്ല. അപ്പം നമ്മൾ ക്യാമറയും അങ്ങനത്തെ യൂട്യൂബ് എന്നുള്ള ലെവലിലേക്ക് നമ്മൾ നിൽക്കില്ല. അപ്പം അതിൽ കുറച്ച് ആൾക്കാരുണ്ടാവും. എങ്ങനെയാണെന്ന് അറിയോ, ഓൾക്കറിയും ഓൾക്ക് യൂട്യൂബ് ഇഷ്ടമല്ല, ഞമ്മത് അറിയും ഓൾക്ക് ഇഷ്ടമല്ല എന്ന് ഓൾക്ക് ശരിക്കും അറിയും. എന്നിട്ട് അതിൻ്റെ ഇടയിൽ ഹലോ യൂട്യൂബറെ വീഡിയോ ഒക്കെ എങ്ങനെ പോകണമെന്ന് ചോദിച്ചു. അപ്പം എന്താണ് ഞമ്മക്കിട്ട് കൊള്ളിച്ചാണ് ഓലൊക്കെ. അങ്ങനെയുള്ള കുറേ ടീമുണ്ട്. പിന്നെ നമ്മളൊന്ന് മാറിക്കഴിഞ്ഞാൽ നമ്മളപ്പുറം പോയിട്ട് ഇതെങ്ങനെ കേട്ടോ ഓളങ്ങനെ കേട്ടോ കുറേ കേട്ടിക്കണ്. കുറേ ഇപ്പം എന്താ പറയുക, ആദ്യമൊക്കെ എനിക്ക് എന്തെങ്കിലും ഒരു സങ്കടം വന്നു കഴിഞ്ഞാൽ ഞാൻ കാണുന്ന മാതിരിയില്ല, ഞാൻ പെട്ടെന്ന് കാര്യം. അപ്പം ഇപ്പം എന്താ പറയുക, ഇപ്പം ഇങ്ങനെ കുറേ ഒറ്റപ്പെട്ടിട്ടും അല്ല എന്താ പറയുക, കുറേ നെഗറ്റീവ് കമൻറ്റ് നെഗറ്റീവ് ആക്കിയിട്ടും ഇപ്പോൾ കുറേ എന്താ ജീവിതം എന്താണെന്ന് ശരിക്കും മേടിച്ചു. യൂട്യൂബ് തുടങ്ങിയോണ്ട് അങ്ങനെ കുറേ കാണുന്നുണ്ട്. നമ്മൾ എന്ത് വന്നാലും നമ്മൾ ഇങ്ങനെ തന്നെ നിൽക്കുന്നില്ലൊരിത് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞങ്ങളപ്പോൾ നിന്ന് എല്ലാവർക്കും, ഞങ്ങൾ പ്രാർത്ഥിച്ചോൽക്കും ഇരുന്നവർക്കും എല്ലാവർക്കും നന്ദിയുണ്ട്. ഹലോ, അസ്സാം വലൈക്കും. ഇന്നിപ്പോൾ എന്താ ഓരോരുത്തർ വീഡിയോ ചെയ്യണമെന്ന് വെച്ചാൽ ഓരോരുത്തരും എക്സ്പീരിയൻസ് ചെയ്ത ഓരോ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ട് നമുക്ക് സന്തോഷമുള്ളൊരു നിമിഷം വരാണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഓരോരുത്തർ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങൾ ഇങ്ങനെ പറയണം. അപ്പോൾ ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളാണത്. ഫസ്റ്റ് ഷംനാൻ്റെ ഫസ്റ്റത്തെ ഡെലിവറിൻ്റെ സമയത്ത് പിന്നെ ചില ലാസ്റ്റിക്കൊക്കെ നമുക്ക് വണ്ടി വേണമല്ലോ, ബൈക്കുമ്മേൽ ഇങ്ങനെ കൊണ്ടുനടക്കൽ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ ഒരുപാട് ആൾക്കാരെ വണ്ടിക്ക് വേണ്ടി വിളിച്ചിട്ടുണ്ട്, കുറേ ആൾക്കാർ തന്നിട്ടുമുണ്ട്. പക്ഷെ എന്നാലും നമ്മളതല്ലാത്തതുകൊണ്ട് നമ്മളത് പോകുമ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വിളി വരും, കഴിഞ്ഞോടാ വരാനായോ, പിന്നെ അങ്ങനെ ഓരോ നോൽക്ക് ഓരോ ആവശ്യങ്ങളുണ്ടാവും. അപ്പോൾ ആ ഒരു വിളികൾ നമുക്കിങ്ങനെ വരും. അപ്പോൾ അന്നേ മനസ്സിലുള്ള ഒരു ആഗ്രഹമാണ് എന്നെങ്കിലും ഇൻഷാ അല്ലാഹ് ഒരു വണ്ടി കിട്ടണം. പടച്ചവനോട് എപ്പോഴും പ്രാർത്ഥിക്കലും ഉണ്ട്. ചെറിയ ചെറിയ സ്വപ്നങ്ങളുണ്ടാവില്ല, ആ സ്വപ്നങ്ങളൊക്കെ കാണുമ്പോൾ മനസ്സിൽ ചില വണ്ടി കാണുമ്പോൾ നമുക്ക് ആഗ്രഹങ്ങളും ഉണ്ടാകലുണ്ട്. പക്ഷേ സന്ദർഭങ്ങളൊന്നും ഒത്തുവരാത്തതുകൊണ്ട് നമ്മൾ ഒരുപാട് വൈകിട്ടാണ് അൽഹംദുലില്ലാ പിന്നെ ഇപ്പം അത് സഫലായി. അതിനെ സഫലാകാൻ വേണ്ടിയിട്ട് ഒരുപാട് കുത്തുവാക്കുകൾ ഞാനും കൊണ്ടിട്ടുണ്ട്, കളിയാക്കലുകൾ നേരിട്ടിട്ടുണ്ട്. പിന്നെ അതൊക്കെ ഞാൻ വലിയ നെയർ മൈൻഡ് ആക്കിയിട്ടാണ് എടുത്ത്. പിന്നെ ഫസ്റ്റിലൊക്കെ പെണ്ണുങ്ങളും സിഫിനൊക്കെ വീഡിയോ ചെയ്യുമ്പോൾ ഞാനത് വലിയ മൈൻഡ് ചെയ്തിട്ടില്ല. പിന്നീടാണ് ഇതിമെന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളതൊക്കെ പിന്നീട് നമുക്ക് മനസ്സിലായത്. അപ്പം ഇതൊക്കെ കാണുമ്പോൾ ഒന്നും കൂടി മനസ്സിലായി. കുറേ പൈസ ഇതിന് കിട്ടിയിട്ടൊന്നുമല്ല, പക്ഷെ എന്നാലും കുറച്ചൊക്കെ അതിൽ നിന്ന് കിട്ടിയിട്ട് നമുക്ക് ചെയ്യാൻ കഴിഞ്ഞു. പിന്നെ വണ്ടി അത്യാവശ്യം ഇനി ഫാമിലിയിൽ ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അതിൻ്റെ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം പിന്നെ ആ ഒരു ഇഷ്ടം കഴിയാത്തതുകൊണ്ട് വിട്ടിരുന്നു. പിന്നെ ഇപ്പോൾ അടുത്ത് ഇപ്പാൻ്റെ കുറേ പ്രശ്നങ്ങൾ വന്നു. അപ്പോൾ ഡെയിലി വണ്ടീൻ്റെ ആവശ്യം വന്നു. ഞാനും ഷഫീഖിനോട് ഇങ്ങനെ പറഞ്ഞു, ഷഫീഖെ വണ്ടി അത്യാവശ്യമാണ് കേട്ടോ, വണ്ടി ഇല്ല എന്നിങ്ങനെ ചോദിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാവും, പറയാനുള്ള ഒരു ഇതുണ്ടാവും. നമുക്ക് അത്യാവശ്യമാണ് എന്ത് കാരണത്തിനാണ്. ഇപ്പോൾ ഷിഫ്നൻ്റെ കൊണ്ടുപോകണമെങ്കിലും പാപ്പാൻ്റെ കൊണ്ടുപോകണമെങ്കിലും നമ്മൾ ഫാമിലി ആയിട്ട് എല്ലാവരും പോകണമെന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് വണ്ടി വേണം. ഞാൻ അവനോട് പറഞ്ഞു ഒരു വണ്ടി നമുക്ക് ഒപ്പിക്കണം.
ഇതിപ്പോൾ തുടങ്ങിയ പ്ലാനിങ് ഒന്നല്ല കേട്ടോ, കുറേ ആയി. ഇപ്പോഴാണ് ആ സാഹചര്യങ്ങളൊക്കെ ഒത്തു വന്നത്. ഷെഫീക്ക് അറിഞ്ഞു നോക്കണ്ട, നമുക്ക് ഏതായാലും 10 ആയില്ലേ എടുക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ രണ്ടാളും കൂടി ചേർന്ന് എല്ലാവരും പാടെ ചേർന്നുങ്ങാണ്ട് വണ്ടി ഇറക്കാമെന്ന് വിചാരിച്ച്. ഏതായാലും അൽഹംദുലില്ലാ കുറേ പരിഹാസങ്ങളും കളിയാക്കലുകളൊക്കെ നമ്മൾ നേരിട്ടിട്ടുണ്ടെങ്കിലും പക്ഷെ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് സന്തോഷമാണ്. ഇനിയിപ്പോൾ വണ്ടി ഇറങ്ങുമ്പോൾ ഇതിലേറെ സന്തോഷമായിക്കാരം, എല്ലാവരും കാര്യം സന്തോഷം തോന്നി എനിക്കേക്കാരം. ഞാൻ മനസ്സിൽ ഒരുപാട് ആഗ്രഹം വെച്ച് നടന്ന ആളാണ് ഈ വണ്ടി എടുക്കുക എന്നുള്ളത്. കാരണം ഇവലൊന്നും ഓട്ടം അറിയാത്തതുകൊണ്ട് പോലൊന്നും ചോദിക്കലില്ല. വണ്ടി ചോദിക്കണത് ഇപ്പോൾ ആർക്കാണെങ്കിലും, ഇനിയിപ്പോൾ തറവാട്ടുകാർക്കാണെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വണ്ടി ചോദിക്കൽ ഞാനാണ്. പിന്നെ ഇനി ഷെഫീഖിൻ്റെ അവിടേക്ക് വണ്ടി വേണമെങ്കിലും ചോദിക്കൽ ഞാനാണ്, എൻ്റെ അവിടേക്ക് വണ്ടി വേണമെങ്കിലും ഞാനാണ് ചോദിക്കൽ. അപ്പോൾ എല്ലായിടത്തും പ്രതികരണം കിട്ടൽ എനിക്കാണ്. അപ്പോൾ എൻ്റെ മനസ്സിൽ എപ്പോഴും ഞാൻ ആഗ്രഹിക്കുന്ന സമയം പഠിച്ചവന് ഒരു വണ്ടി. എനിക്ക് ഞാൻ ആഗ്രഹിച്ച ആഗ്രഹങ്ങളൊക്കെ അൽഹംദുലില്ലാ നല്ല ഉഷാറായിട്ട് നടന്നതിനോട് എൻ്റെ അടുത്ത കൂട്ടുകാരന്മാരൊക്കെ എന്നോട് പറയലുണ്ട്, ഇജ്ജ് ഭാഗ്യവാനാണ് ചെറിയപ്പോൾ എന്നൊക്കെ ഉള്ളത്. അൽഹംദുലില്ലാ ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും കുറച്ചൊക്കെ ഒരു ഇതുണ്ടെങ്കിലും എല്ലാ കാര്യങ്ങളും അതിൻ്റെ സമയത്ത് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഹലോ, അസ്സലാമു അലൈക്കും. ഞങ്ങൾ ഇനി ഒരു ചെറിയൊരു വണ്ടി എടുക്കുകയാണ്. ഞങ്ങൾ 3 ആളും പാടെ കൂടിങ്ങാണ്ട് വണ്ടീൻ്റെ ഒരു ബുദ്ധിമുട്ട് കൊണ്ട് ഇവിടെ ഉപ്പാനെ കൊണ്ടുപോകാനൊന്നും ഹോസ്പിറ്റലിലേക്ക് ഒരു വണ്ടി ചോദിച്ചാലും ഒന്നും കിട്ടാനില്ല. കാരണം ഒരാളോട് ചോദിച്ചാൽ പിന്നെ അത് ചെന്ന് ചോദിച്ചുമ്പോൾ അവർക്ക് ചടപ്പന്നെ കാലം. പിന്നെ ഉപ്പാനെ പറഞ്ഞാൽ ഓട്ടോറിക്ഷയിൽ കൊണ്ടുപോകാൻ കഴിയൂല. ഓട്ടോറിക്ഷയിൽ ഇപ്പം ഇരുന്ന് ഞാനും പൂമോളും ഇരുന്നാൽ പിന്നെ അതിൽ ആളെ കയറ്റൂല, കയറാൻ കഴിയൂല. പിന്നെ അവർ 2 ആണുങ്ങൾ വേണമെങ്കിൽ ഉപ്പാനെ കുറിച്ച് 2 ആളെന്നെ വേണം. അപ്പോൾ പിന്നെ ബൈക്കുമ്പോൾ സ്കൂട്ടിമ്മ എന്തെങ്കിലും ഞങ്ങളെ വൈത്താതെ പോരണം. അത് പെരിന്തൽമണ്ണക്കാണെങ്കിലും മഞ്ചേരിക്കാണെങ്കിലും നിലമ്പൂർക്കാണെങ്കിലും ചുങ്കത്തർക്കാണെങ്കിലും എവിടേക്കാണെങ്കിലും പിന്നെ ഒരു വണ്ടിമ്മ പോരുകയാണ്. അപ്പോൾ പിന്നെ എല്ലാവരും പാടെ കൂടിയ തീരുമാനം എടുത്താണ് ഞങ്ങൾക്ക് ചെറിയൊരു വണ്ടി വാങ്ങുകയാണ്. ഷെഫീഖും പറഞ്ഞു ഉപ്പാനെ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടല്ലേ, ഇപ്പം ഇങ്ങനെ ബുക്കണോണ്ട് ഉപ്പാനെ എപ്പോഴും കൊണ്ടുപോകണം. അപ്പോഴൊക്കെ വണ്ടി വിളിച്ചുമ്പോൾ ആരും കിട്ടൂല. അപ്പം അങ്ങനെ ഒരു വണ്ടി ഇപ്പോൾ ചെറുതായിട്ട് മാഷാ അല്ലാഹ് ഞങ്ങൾ വിൽക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അപ്പം എന്നാണ് അതിൻ്റെ എല്ലാവരും ചാവി വാങ്ങാൻ എല്ലാവരും പോകുന്നുണ്ട്, കുടുംബത്തിലെല്ലാവരും പോകുന്നുണ്ട്. ഞങ്ങൾക്ക് ചെറിയൊരു വണ്ടി, ചെറിയ വണ്ടിയാണ്, ഞങ്ങൾക്ക് വലിയ വണ്ടി മാതിരിയാണ്. അപ്പം എല്ലാവരും പറഞ്ഞ മാതിരി ഞങ്ങളൊരു വണ്ടി എടുത്തു. മാഷാ അല്ലാഹ് അതിന് ഞങ്ങൾ ക്രേസി ഫാമിലി എന്നുള്ള പേര് ഇട്ടു കേട്ടോ. അപ്പോൾ ഈ യൂട്യൂബിൽ വന്നിപ്പോൾ 1 വർഷം ആയിക്കണ്. അത് തുടങ്ങി ഒന്ന് സ്റ്റാർട്ട് ചെയ്താണ്. ഇപ്പോൾ 60,000 സബ്സ്ക്രൈബേഴ്സായി. മാഷാ അല്ലാഹ് അൽഹംദുലില്ലാ ഞങ്ങളെല്ലാവരും സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ ഇത്രയും പേര് എത്തിയത്. ഇനി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. അതേമാതിരി തന്നെ ഈ യൂട്യൂബൊക്കെ ഇറങ്ങിയപ്പോൾ കുറേ കളിയാക്കലും കുറേ ബേക്കിന്ന് കുത്തലും വാക്കുകൾ കൊണ്ടാണെങ്കിലും ഇന്ന് കാണുമ്പോൾ ചിരിച്ചാട്ടാണെങ്കിലും ബേക്കിന്ന് നല്ല കുത്തും തള്ളും തരുന്നുണ്ട്. അങ്ങനത്തെ ആൾക്കാരുണ്ട് കേട്ടോ. അത് ഇപ്പോഴും അങ്ങനെ തന്നെ തുടരുകയാണ്. അപ്പോൾ ഓരോട് നമുക്കൊന്നും പറയാനില്ല. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും വേറെ കുറേ ആൾക്കാരുണ്ട്. ഓരോടാണ് ഞങ്ങൾ അന്നും ഇന്നും കടപ്പെട്ടിരിക്കും. കാരണം ഞങ്ങളെ ഉപ്പാൻ്റെ അവസ്ഥ എല്ലാവർക്കും അറിയാലോ. പെട്ടെന്നൊരു വണ്ടി വിളിച്ചാൽ പെട്ടെന്ന് കിട്ടൂല. അപ്പോൾ ഒരു ഓട്ടത്തിലോ മറ്റേലോ അങ്ങോട്ട് ഇവിടെ എന്തെങ്കിലും ഇക്കാരം. അപ്പോൾ ഇവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് ആണുങ്ങളുണ്ടെങ്കിൽ ചെറിയപ്പായാലും കുഞ്ഞുമാനായാലും ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്നൊന്ന് വന്ന് ഇവിടെ അടുത്തേക്ക് കൊണ്ടുപോകാൻ വിചാരിച്ചിട്ടാണ് വണ്ടി എടുത്തത്. പിന്നെ ഉപ്പാനെ താങ്ങാനായാലും ഇരിക്കാനായാലും അവനാനൊരു വണ്ടി. ഷെഫീഖിന് ഏറ്റവും വലിയൊരു ആഗ്രഹേനി സ്വന്തമായിട്ടൊരു വണ്ടി വേണമെന്ന്. അതിപ്പോൾ ഏതായാലും നമുക്ക് ഈ ഒരു യൂട്യൂബ് കൊണ്ടാണ് സാധിച്ചത്, അല്ലെങ്കിൽ ഞങ്ങൾ ഇന്ന് എടുക്കൂല. എല്ലാവരും ഒത്തൊരുമിച്ച് എല്ലാവരും കൂടിങ്ങാണ്ടാണ് ഇതിനൊരു പ്ലാൻ ചെയ്തത്. അപ്പോൾ അതിന്ന് ഞങ്ങൾക്ക് നിറവേറ്റി. അതേപോലെ ഇത് തുടങ്ങിയത് ഞാനും ഷമ്മീനെ ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. അതേപോലെ തന്നെ ഓക്കും കുറേ കളിയാക്കലും ഓളാണല്ലോ ഇതിൽ മുന്നിലേക്ക് ഇറങ്ങിങ്ങാണ്ട് എല്ലാ കാര്യങ്ങളും ഒരു നാണോ മാനോ ഒന്നും ഞാൻ എപ്പോഴും പറയും. കളിയാക്കാനാണെങ്കിലും ഇജ്ജ് മുന്നിലേക്ക് ഉണ്ടാവും, നാണം കെടാനായാലും ഇനി നല്ല രീതിക്കായാലും എന്തായാലും ഇജ്ജ് മുന്നിലേക്ക് ഉണ്ടാകും. അത് ഞാനാണെങ്കിൽ ബേക്ക് കവങ്ങി നിൽക്കും കേട്ടോ. എന്ത് കേട്ടാലും ഓള ഇന്ന് പിന്തിരിയൂല. കാരണം നമ്മൾ അത്രയും കെട്ട് ഒരു പേര നമ്മൾ അടി മുതൽ മേലെ വരെ കെട്ടി ഉയർത്തി വന്ന് മേലേക്ക് എത്തിഞ്ഞാൽ നമുക്ക് താവാൻ പറ്റൂല. കാരണം ഇതിന്റെ ബേക്കിൽ കുറേ കഷ്ടപ്പാടും കുറേ പ്രയത്നവും കുറേ ഇടങ്ങേറും അതേപോലെ കുറേ വാക്കുകൾ കൊണ്ടായാലും നോട്ടം കൊണ്ടായാലും ഞങ്ങൾ കുറേ ഇടങ്ങാറിയിക്കണേ. അപ്പം അതുകൊണ്ട് ഇനി ഞങ്ങൾ എന്ത് വെച്ചാലും ഇതിൽ നിന്ന് പിന്മാറൂല ഈ യൂട്യൂബിൽ നിന്ന്. പിന്നെല്ലൊക്കെ പഠിച്ചോണ്ടിരുത്താണ്. അപ്പോൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അങ്ങനെ നമ്മളിപ്പോൾ ഇവിടെ എത്തി. ഞാൻ അവിടുന്ന് ഇറങ്ങിട്ടോ. ഞാൻ സ്കൂട്ടിമേയാണില്ലത്, ബാക്കി എല്ലാവരും കാറിൽ വരും. കുട്ടികൾ ഇരിക്കണമെന്നുണ്ട്. ഇമ്മയും ഇപ്പിയും താത്തയും അങ്ങനെ കാറിൽ വരും. നമ്മളെ ചെങ്ങായിമാരൊക്കെ എന്നൊക്കെ പറയല്ലേ
രണ്ടു വാക്കി പറയും. നമ്മള് കാറ് വാങ്ങണതിനെ പറ്റി എന്തെനിക്ക് പറയാല്ലേ? ഇതുപോലെ എന്താ പറയാല്ലേ? എന്റെ കുട്ടിക്ക് കുറെ അറിയാണ്ടാവും. കാറ് വാങ്ങിന് എല്ലാവർക്കും നന്ദി. കാറ് വാങ്ങണേന് എല്ലാവർക്കും നന്ദി. ഒരു പുതിയൊരു നന്ദിയാണല്ലോ. എന്തെനിക്ക് പറയാല്ലേ? അന്നെ ആരെങ്കിലും കളിയാക്കീനോ യൂട്യൂബ് തുടങ്ങിയിട്ട്? യൂട്യൂബ് തുടങ്ങിട്ടോ? കളിയാക്കിക്കണല്ലേ? ആണോ? ആമ്മ ഇവിടെ ജഗ പുക മാറ്റിലാണ്. എന്താപ്പാ അങ്ങടെ പോണ്? കാറ് വാങ്ങാനില്ലേ? വണ്ടി വാങ്ങാൻ പോയല്ലേ? സാറല്ലേ? സാറായി കാണി നീച്ച് പായണ്ട ഞമ്മക്ക്. ആണോ? എന്റെ കുട്ടീന്റെ വണ്ടി അല്ലേ? എന്റെ കുട്ടി വണ്ടി എടുത്തുക്കണല്ലേ? വണ്ടി പോകാനാണ്. പോകാനാണ്. വെള്ള ടീഷർട്ടൊക്കെ തന്നെ കേട്ടോ കാറ്. വെള്ള ടീഷർട്ടൊക്കെ ഇട്ടിട്ട്. സിപ്ന നമ്മള് ചെക്ക റെഡിയായോ? ഇല്ലേ? ഓ സിപ്നെ ഒക്കെ ചൊർക്ക എന്താ അങ്ങനെ പോണ്? വലിയൊരു സാധനം വാങ്ങാൻ പോവാണ്. അപ്പൊ ചെങ്ങായി നല്ല ഉറക്കാണല്ലോ. ഓല് വരാൻ നിക്കണ്ടേ? മാറ്റിക്കെന്നാ കുട്ടിക്ക് ഏതൊരു ഡ്രസ് ഞാൻ മാറ്റി കൊടുക്കാം. ആള് നല്ല തീറ്റ കേട്ടോ. കാരണം ഓള് സിപ്ന എന്തോണ്ടാ വരുന്നത്? ഇനി 10 പീസ് ആയിട്ടോ പോക്ക്. അപ്പൊ ഇനി ഇങ്ങനത്തെ ഒരു ഇത് ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുമെന്ന് അറിയില്ല അല്ലേ? അപ്പൊ ഞങ്ങൾക്ക് നേരിട്ടൊന്ന് കാണാനാണ്. നമ്മളെ ചെങ്ങായിനെ ഇവിടെ മാറ്റി നിർത്തിട്ടോ. അപ്പൊ ഇനി വേഗം തിന്നോ പോവാ. നമ്മളിവിടെ പുറത്തോണ്ട് നിർത്തിയേക്കണം. ഇനി വണ്ടി കയറ്റണം കേട്ടോ. ഏതായാലും പോട്ടെ, പോവാ. അങ്ങനെ ഇവിടുന്ന് എല്ലാവരും ഇറങ്ങി. പെര കാലിയായി. തറവാട്ടാർ ഇപ്പൊ വരുന്നാണ് പറഞ്ഞു. ഓൾക്ക് സ്ഥലം പറഞ്ഞു കൊടുത്തിരുന്നു കേട്ടോ. അപ്പൊ ഞോല് വണ്ടി കയറി പോയിക്കണം. ഇനി നമുക്കും പോകാം. ഇനി അവിടെ എത്തിയിട്ടൊക്കെ മിക്കവാറും ഒരു കുഞ്ഞു കേക്ക് വാങ്ങാൻ പറഞ്ഞു ഷെഫി. ഒരു കേക്ക് വാങ്ങണം എന്ന് പറഞ്ഞു. ഇനി ഒരു കേക്ക് വാങ്ങണം. ആ കേക്ക് സെലക്ട് ആക്കിയേക്കണം. ഇങ്ങനെ അൽഹംദുലില്ലാന്ന് ഇങ്ങനെ എഴുതിയിട്ട് അതെ. ചിക്കന്ന് അനുവിനെ അമ്മായിനെ കിട്ടിയേക്കണ്. ഇമ്മമ്മി മോട്ടന് അവിടെ എണ്ണ അടിച്ചാൽ കയറിയേക്കാണ്. എന്താണ് നെഞ്ഞത്ത് മൈക്ക് ഇറങ്ങിക്കോളി, ടൈം എടുക്കും. അവഞ്ഞ് മോണ്ടനും അമ്മായി വന്നിട്ട് എല്ലാവർക്കും കൂടെ പോകാനാണ്. ഒരു പെരിക്കാട്ട് വന്നിക്കണം. ഇവിടെ നല്ല ഊഞ്ഞാല. എന്നാ ചെരുപ്പിട്ട ഊഞ്ഞാലത്തെ കാര്യൊക്കെയാണ് അമ്മ പറയാല്ലേ. കുട്ടി ഇതൊക്കെ എല്ലാരും ഉണ്ട് അവിടെ. ഇതാ ഇവിടെ ഉണ്ട്. എന്താ പറയാല്ലേ? വണ്ടി എത്രയും കാലം തറവാട്ടില് വണ്ടിയില്ലേ? ഏതാ ഇതല്ല വണ്ടി അവിടെയാണ് മരത്തുമ്മ. ഇത്രയും കാലം വണ്ടി ഇല്ല ഇതിലേ. ഇതൊരു പെരീക എന്നാണ്. ഇവിടെ നിറച്ച് ഓൾക്ക് തട പരിപാടി. കറങ്ങച്ചാടാണ് പരിപാടി. അപ്പം എന്താ തരല്ലേ? ഏതൊക്കാരും വണ്ടിയടാ. ഇവിടെ എത്തിയാരെ അവിടെ വ്ളോഗും കാര്യൊക്കെയാണ്. എന്താ മമ്മ 2 വാക്ക്? ഞമ്മളുടെ അവിടെ വിചാരിച്ചിട്ടില്ലേ? അതാണ് നമ്മളെ മെയിൻ കാരണം. എന്താ അമ്മായിക്ക് അറിയാല്ലേ? സന്തോഷായി. പണ്ടില്ലാതെ ഞങ്ങള് തെണ്ടേരി ആൾക്കാരോട് ചോദിച്ച് കിട്ടലുണ്ട്. അടുപ്പിച്ച് കിട്ടുമ്പോഴാണ് നമുക്ക് എപ്പോഴേലും സിറ്റുവേഷൻ വരുമ്പോ എപ്പോഴേലും ചോദിച്ചുമ്പോ വലിയതില്ല. എന്താ അവിടെ പാക്ക് സന്തോഷാണ്. ഇമ്മ ഷേവ് ചെയ്താണ്. എന്താപ്പാ വണ്ടിയാണ്ടേ? ഞമ്മടെ വണ്ടിയാണ് ഈ മൂടി വെച്ചിരുന്നത് കേട്ടോ. ഔ മറ്റോ ചെരുപ്പിട്ട് ഇങ്ങനെ ഒന്നും ഇതാക്കണ്ട. ഞാൻ ബഹുമാനിച്ചാണ്. ആ മൂടി നിക്കണതാണ് ഓലമാക്കും വേണ്ടി വരും. അപ്പം ആ നിക്കണതാണ്. എന്താ എനിക്ക് അറിയാല്ലേ? ഭയങ്കര നല്ലൊരു സംഭവം തന്നെ. വണ്ടി എന്ന് പറഞ്ഞു നമ്മളെന്തായാലും ഡ്രൈവിംഗ് പഠിക്കാൻ വേണ്ടി നമ്മള് ചെറിയൊരു വണ്ടി എടുത്തു. എല്ലാരും പാടെ കൂടിയിട്ട് നല്ലൊരു വണ്ടി എടുത്തു അല്ലേ? ഇവിടെ എല്ലാരും ഗൈസ് പരിപാടിക്ക് ഇരിക്കുകയാണ്. വണ്ടി ഇല്ലാന്നല്ല പരാതി വേണ്ടായിരുന്നില്ലേ? എല്ലാത്തിനും വണ്ടി ഉണ്ടായിക്കോട്ടെ. വണ്ടികൾ നിക്കണ വണ്ടികൾ എന്നിട്ട്
അതിന്റെ ചുമപ്പ് വെള്ള നീല വെള്ള ചുമപ്പ് വെള്ള എന്ത് പറയല്ല അൽഹംദുലില്ലാ ഗൈസ് അടിപൊളിയായിരിക്കുന്നു സംഭവം. നമ്മളെ കുടുംബത്തിൽ അങ്ങനെ കാർ വന്നു ഗൈസ്. കാറ് വാനിന് വാനായി കാറിന് കാറായില്ലേ. ഇനി നമുക്ക് എന്തെങ്കിലും ഹോസ്പിറ്റൽ കേസ് അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും ഇതുണ്ടെന്നുണ്ടെങ്കിലും ബുദ്ധിമുട്ടുണ്ടല്ലോ. ആരെ കൈ പിടിച്ചിട്ടുണ്ടല്ലോ പോയ ഡ്രൈവർ ആരാ? അലിയാക്കുണ്ട് ഒരു രണ്ടോട്ടം ഓട്ടോ ചെയ്യും കുഴപ്പമൊന്നുമില്ല. ഓട്ടാനൊക്കെ പഠിച്ചു. കുൽമാൻ ഇവിടെ അല്ല, കുൽമാൻ ഇന്ന് പണി ഉണ്ടായതുകൊണ്ട് പോയിട്ട് ലീവാക്കാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട് ഇന്ത്യൻ ഡ്രൈവറായിട്ട് ചെറിയാപ്പൂനെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. മാസം ഒരു 15 പഠിച്ചണേ ഇൻഷാ അല്ലാ അല്ലേ? നോക്കിയിട്ട് കാര്യമില്ല. അതെ പഠിച്ച വണ്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും പഠിച്ചാൽ സത്യം. നമ്മൾ സ്വന്തം പേരില് വണ്ടി ഉണ്ടെങ്കിൽ ആരാണെന്നുണ്ടെങ്കിലും പഠിച്ചു. വണ്ടി ഇല്ലാത്തവരെ ഇങ്ങനെ ഇങ്ങനെ നോക്കി കുത്തിരിക്കും. അതാണ് നമ്മളെ കുടുംബത്തിൽ ആർക്കില്ല. ആ കഴിവ് ചെറിയ നമുക്ക് ഉണ്ടാവട്ടെ എന്നിട്ട് പഠിച്ചാന്നുള്ളൊരു മൈൻഡിലേ ഇനി അതാണ് ആരും പഠിച്ചണം. എന്തൊക്കെ പണിയുണ്ടല്ലേ എവിടെ പോയി തട്ടാണ്ട്. അതെ സത്യം. ഇപ്പൊ ആര് പഠിച്ചാള്? നിങ്ങൾ പഠിച്ചാൻ പോകുമ്പോ പറയോണ്ട് ഞങ്ങളും വരണ്ട് ഇൻഷാല്ലാ. നമുക്ക് എല്ലാവർക്കും ഒപ്പം പഠിക്കാം. ഞാൻ വന്നിട്ട് 4-5 ദിവസമായി. ഞാൻ വന്നിട്ട് ഇതുവരായിട്ട് ഞങ്ങളെ അറിയാൻ കണ്ടിട്ടില്ല. ഇല്ലേ? ആ പണിക്കേറ്റില്ലേ? അതെ. അപ്പൊ അങ്ങനെയൊക്കെയാണ് ബിരിയും കാര്യൊക്കെ ചിലപ്പോ നമ്പർ പ്ലേറ്റും കാര്യൊക്കെ എന്തൊക്കെ സെറ്റും കാര്യൊക്കെ ആക്കുകയാണ്. എന്തൊക്കെ ഏതൊക്കെ നോക്കാം. സത്യാണോ അല്ലേ? ഇതുവരെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇന്നലെ വരെ ഇത് റിയൽ ആണോ അതോ അല്ലേ ഒന്നും അറിയില്ല. ഇതൊരു പെര കേട്ടോ. ഇത് എവിടെ സ്ഥലടാ? മണിമൂളി വണ്ടി കച്ചവടം ഉണ്ട്, പെരിയുണ്ട്, മൊത്തത്തിലാണിത്. അപ്പൊ അങ്ങനെയൊക്കെയാണ്. അമ്മമാനെ വണ്ടി കേറ്റിട്ടില്ല. പെട്ടെന്ന് ആദുഷാര വണ്ടിയാ? നമ്മളെ വണ്ടിയാ? ആ അതെന്തൊക്കെ വർത്താനം കാര്യൊക്കെ പറച്ചിലാണ്. എല്ലാരും ഇവിടെ ഉണ്ട് കേട്ടോ. പെരണ്ടെന്ന് അറിഞ്ഞേക്കണ. ഓല് ഇവിടെ കൊറേ ആയോ തുടങ്ങിട്ട്? ആ നിങ്ങളുണ്ടല്ലോ ഇവിടെ 4 വർഷം. ഓൺലൈനായിട്ടോ ഇങ്ങനെ? ഇതൊക്കെ മുമ്പില് വാങ്ങിക്കൊണ്ടുവച്ചാ ഇങ്ങനെ ശരിയാക്കി തരാം. അടുത്തെന്താ ചെയ്യാ? ഇപ്പൊ ഓട്ടാനറിയോ? അപ്പൊ ഞങ്ങടെ പോണെന്ന് വിചാരിച്ചാല് നമ്മളെ ഇതിന് ഓല കാർ ഹൗസ് നാട്ടോ ഓലത്. അപ്പം 8ലേക്ക് കടക്കാണ്. കാര്യൊക്കെ കഴിഞ്ഞ് ഓലെല്ലാരും ഇവിടെ ഇറങ്ങിയേക്കണ. ഈ വണ്ടിനെ പറ്റിയാണ് ചർച്ച. ചെറുതിട്ടിയപ്പോ വലുതാ വണ്ടിയാ. വലുതിട്ടുമ്പോ ഒന്നും വേണ്ട. അല്ലേ മമ്മയുടെ വലിയൊരു വണ്ടിയുണ്ട്. വണ്ടി അത് കണ്ടോണ്ട് എന്താ വില വെച്ചാണ്. വണ്ടി ഇവിടെ പൊതിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ വണ്ടിന്റെ സെറ്റപ്പും കാര്യൊക്കെ നേരത്തെന്ന് പറയുന്ന ചാവി എടുക്കലാണ്. വണ്ടി ഇഷ്ടായോ? ഞാൻ പിന്നെ പഠിച്ചിട്ട് വണ്ടി കണ്ടിട്ടില്ലല്ലോ. ഇഷ്ടമാതി ഇഷ്ടായോ? ഉസാറായിക്കാണ്. ഇപ്പൊ കൊറേ ഉസാറായിക്കണ്. നേരത്തെ കാലത്ത് ഒരു കാർ വാങ്ങിയതേനില്ലേ അമ്മ? നേരത്തെ കാലത്ത് ഒരു കാർ വാങ്ങിയതേനി. ബാപ്പ ഇങ്ങനെ ഉസാറാവെങ്കിൽ. ശരി ശരി. ഉസാറാ കാറ് കിട്ടിയെന്ന് പറഞ്ഞ മുതൽ കാത്തൊക്കെയാണ് കാറിന്. കുട്ടികളെ മാതിരി ജനൽക്ക കൂടെ ഇങ്ങനെ നോക്കിക്കാണ്. എന്നായിരം എന്നായിരം. എന്തിനാ ബലം മുടിച്ചണേ? ഗൈസ് നമ്മള് വണ്ടി കൊടുക്കൽ ചടങ്ങിലേക്ക് കടക്കാണ്. ഇതാക്കാണ് ഇവിടെ താക്കോൽ കൈമാറുന്ന ചടങ്ങാണ്. ബിസ്മില്ലാണ്ട് എടുത്തോളൂ കേട്ടോ ഗൈസ്. ആണോ? ഒരു മിനിറ്റ്. ആ വലിക്കുമ്പോ ഓടിക്കാം. ആ ഓക്കെ ഓക്കെ. എന്നാ താക്കോൽ കൈമാറുന്ന ചടങ്ങിലേക്ക് കടക്കാണ് ഗൈസ്. അൽഹംദുലില്ലാ അങ്ങനെ ആ പരിപാടിയാണ് നടന്നു.
ഓക്കെ 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 ചാവിയടുക്കൽ കഴിഞ്ഞ് നമ്മളവിടെ കൊണ്ടുപോയി കുറെ ആയിരത്തിലാറ് എന്നാലും പ്രാർത്ഥനയോടെ കാലം വേഗം മാറിയിരിക്കുന്നു. കാറ് വെട്ടിയാണ് എത്ര ആളുണ്ടെങ്കിൽ പിടിച്ച് നടക്കാൻ വെക്കൂല. അപ്പൊ മെല്ലട്ടോ പാപ്പ. പെട്ടെന്ന് ഉണ്ടായതാണ്. ഞങ്ങള് ഓല് വേറെ ഫസൽ ഫാമിലി, ഞങ്ങള് ക്രൈസി ഫാമിലി. ഞാന് ഓള് അത് ഞങ്ങളെ വല്യമ്മയും അമ്മായി. അത് ഞങ്ങളെ വല്യമ്മ അമ്മായി ഒക്കെ ബാക്കിക്കാരാ. ഇമ്മതാക്കി കിടക്കണ ഇവിടെ. വലിയ ബന്ധല്ല, ചെറിയ ബന്ധുള്ളൂ. എങ്ങനെയുണ്ടടാ വണ്ടി ഇട്ടിട്ട് എന്താ പറയല്ലേ? കണ്ടിക്കണോ? അവിടുന്ന് വേറെ സംസാരിക്കല്ലോ കേട്ടോ. അങ്ങനെ കഴിച്ച് നമ്മള് ചാവിതാനത്ത് ചാവിയല്ല ഇത് വലിച്ചാണ് എന്തൊക്കെയാണെന്ന് അറിയില്ല. ആദ്യമായിട്ടാണ് വലിച്ചണം കാര്യൊക്കെ. എങ്ങനെ പൊട്ടിയാ കാണാ, രണ്ടാമതില്ലാട്ടറിയപ്പോ വൃത്തിയാക്കി തരുവേ. രസമുണ്ടായ ആദ്യടാ കഴിക്കണമെങ്കിൽ പറയാട്ടോ. റെഡി 1 2 3 ആയോ? വലിയ പൊന്നിച്ചാ ഞാന് പൊട്ടും. വീട്ടേക്ക് ചൂവേ ഇത് പൊട്ടാത്തോലൊക്കെ ഇത് പൊട്ടൂലാവോ? അങ്ങനെ തന്നെ കേട്ടോ. ഈ ചോദിക്കാ പൈസ കാങ്ങിട്ട് പൊട്ടിച്ചപ്പോ പൊട്ടിച്ചാ വാങ്ങിയ പൊടിച്ചട്ടെ. ഒന്നാമത്തെ ചേച്ചി കഴിഞ്ഞു. ജാമ ഉണ്ട് കേട്ടോ. പൊട്ടണ്ട ആയിട്ട് തരി പൊട്ടിച്ചാണ് നിങ്ങള് പോയി വീഡിയോ നിങ്ങള് വീഡിയോ എടുത്താനെ അവിടെ പോയിക്കോളി. മുന്നേ പോയിക്കോളി കേട്ടോ. അത് പൊട്ടും കണ്ടോണ്ടി ഒന്നും പാടെ റീടേക്ക് 3 തിരിച്ചിടണടാ. ഇത് അങ്ങോട്ട് പോയിക്കണേ, ഇത് അങ്ങോട്ട് പോയിക്കണേ. ഇല്ല ആയിട്ടില്ല. ആ സെറ്റ്. റീടേക്ക് 3 ഇനി ചിലപ്പോ നന്നാവക്കാരം അറിയാലോ. പൊട്ടണം കേട്ടോ. മനസ്സറിഞ്ഞ് അധ്വാനിക്കുന്നവന്റെ ജീവിതത്തിൽ ദൈവം അത്ഭുതം അപ്പൊ അതിന്റെ വായ്പല്ല, ചെറിയാപ്പൂന്റെ വായ്പാണ്. അപ്പൊ ഗൈസ് നിങ്ങൾക്ക് ഇതില് കാണാൻ പറ്റുന്നത് എന്ന് പറയണെങ്കിൽ ക്രൈസി ഫാമിലി. ഇതാണ് നമ്മള് പറഞ്ഞ പേര് കേട്ടോ, ക്രൈസി ഫാമിലി. മാഷാ അല്ലാഹ്. പേര് നോക്കണം. കൊറേ കാലത്തിന് ശേഷം. അതല്ല പിന്നെ ഇത് വെള്ളം നിക്കൂല ഇവിടെ. അതാണ് കുഴപ്പല്ലേ. വെള്ളം നിക്കണൊക്കെ പോകും. വെള്ളം നിക്കൂലടാ. ഏറ്റവും വലിയ കുഴപ്പം ചെറിയ പറഞ്ഞു കൊടുത്താൽ ഇവിടെ വെള്ളം നിന്നുണ്ടാ. അല്ല ഞാൻ അങ്ങനത്തെ കണ്ടിട്ടില്ല. പേരെങ്ങനെ
ഇതാണ് ഹൈലൈറ്റ്. അതിന്റെ അമ്മമ്മ വണ്ടിയില് കേറ്. ഞാൻ വണ്ടിയിലാണ് പഠിച്ചവനെ അലഹമില്ല എന്റെ കുട്ടിയൊക്കെ ഒരു ഇറങ്ങിക്കോളി എന്നിട്ട് സന്തോഷം കൊണ്ട് പോകുമ്പോ തീ പോകാം. ആയിക്കോട്ടെ. എന്തമ്മക്ക് അറിയാല്ലേ എനിക്ക് സന്തോഷം എന്ന് പറഞ്ഞാൽ ഇതിലും വലിയ സന്തോഷം ഇല്ല. എൻ്റെ കുട്ടീനെയും കൊണ്ട് കൊടുക്കലൊന്ന് പോകാനേ ഒരു വണ്ടി ഇല്ലാത്ത ഇടങ്ങേറുന്ന കൊണ്ടുപോയിട്ടില്ല ചോദിച്ചിട്ടുണ്ട്. കൊണ്ടുപോയിക്കണ് നമ്മൾ ഓട്ടോറിക്ഷ വിളിച്ച് കിട്ടി വന്ന് കഴിയുമ്പോഴേക്ക് ഒരു നേരമാവും. കുട്ടികളെ പഠിച്ചാൽ മതി. നല്ല വണ്ടിയാണ്. അതിനുള്ളിൽ കാണിച്ചു കൊടുക്കട്ടെ. കേക്ക് ഇവിടെ ഉണ്ട്. അപ്പൊ ഷെഫീക്ക് ഒരു ചെറിയ കേക്ക് ഏതായാലും അൽഹംദുലില്ലാ എഴുതിയിട്ട് മുറിച്ചാൽ മതിനി. വേറെ ഒന്നുമില്ല കേട്ടോ. മറ്റേ മക ഇവിടെ കൊയിഞ്ഞാടി കേക്ക് ആയിട്ട്. അപ്പൊ ഇനി കേക്കിന്റെ കൊഴപ്പൊന്നുമില്ല. ലാലോലിക്കൊന്ന് നീങ്ങിന്നുള്ളൂ. ലാലോലിക്കൊന്ന് നീങ്ങിന്നുള്ളൂ. ഒക്കെ തരും കേട്ടോ. മൂട്ടനും അനുണ്ടായിട്ടാണ് ഓനാ പേടി. ആയിട്ടുണ്ടാവുമ്പോ ഒന്നും ആ കുട്ടിക്ക് കിട്ടലില്ലേ. ഞങ്ങളെയാണ് എനിക്ക് പേടി. അതിന്റെ എല്ലാരും മുറിച്ചലേങ്ങായിമാരമ്മ വരത്തേങ്ങായി മുറിച്ചോ? വരത്തെല്ലാരും ഇങ്ങനെ ഒരു അങ്ങനെ കേക്ക് മുറി നിങ്ങളല്ലേ ഇവിടെ മൂത്ത് തിന്നോളി. പ്രായത്തുമെന്നാണ്ട് തുടങ്ങാം. മാ കൊടുത്തോ നമ്മയേ അങ്ങനെ പെട്ടെന്ന് കൊടുക്കല്ലേ. എടുത്തോ. ക്യാമറ വന്നിട്ടേ കഴിക്കാറുള്ളൂ. പൊട്ടാ തീർന്നിട്ട് അതിനാണാ വന്നിക്കണല്ലോ. ഒന്നിനല്ല. ഇതാണ് നമ്മളെ വണ്ടി കേട്ടോ. ഫാമിലി നോക്ക എവിടെ പൈപ്പ് പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ഷെഫീക്കിനെ കിട്ടുന്നത്. ഓനെ ഇവിടെ റേഞ്ച് ഇല്ല. റേഞ്ച് എന്ന് പറയുന്ന സാധനം ഫുള്ളൊക്കെ കയ്യിൽ കാട്ടുന്നു. പക്ഷെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അപ്പൊ നമ്മളെ കാർ വീര് ഇതൊക്കെ ആയപ്പോ പണിയില്ല. രാവിലെ തൊട്ട് ഞങ്ങൾ ഇതിന് പ്ലാൻ ഉണ്ട്. വിളിച്ചുമ്പോ എടുക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട്. പരിപാടി ഉഷാറായി കഴിഞ്ഞില്ലേന്നാ ചോദിച്ചത്. ഇതായില്ല റേഞ്ചില്ല ചോക്ക്. ഷെഫീഖിന് 2 വാക്കും പാടെ കേട്ടിട്ട് നമുക്ക് ഹലോ റേഞ്ചില്ല. ഒരു പണിയില്ലേനോ? ഇവിടെ റേഞ്ച് ഇല്ലടാ. റേഞ്ചില്ലേ സാലഡ് എല്ലാ പരിപാടിയും കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ് എന്റെ കാറ് കറക്കണ കറക്കുന്നൊക്കെ എന്റെ വണ്ടി കറക്കണ എല്ലാരും ഉണ്ട്. ഇന്ന് അനുവിന്റെ മോട്ടന്റെ ഭാഗം ഒരു മന്തിയൊക്കെ കഴിച്ച് അങ്ങനെ തിരിയ അല്ലേ അനു? അങ്ങനെയുണ്ട്. അനു കേൾക്കണല്ല. ഷെഫീഖ് ഇവിടെ വർത്താനം കട്ടായോ? ഷെഫീഖ എന്താ പറയാല്ലേ? എന്റെ 2 വാക്ക്. എന്റെ 2 വാക്ക് പറയേ. അൽഹംദുലില്ലാ കഴിഞ്ഞു. പറയാ എന്തൊക്കെ പറയല്ലേ ഈ സന്തോഷ നിമിഷത്തിൽ? കിട്ടിയടാ കിട്ടി. അത്രേ നമ്മളിപ്പോ പോകാനുള്ള പരിപാടിയിലാണ്. ഇവിടെ വന്നപ്പോ ഇവിടെ കൊറേ വണ്ടികളുണ്ട് കേട്ടോ. ഇത് ചോപ്പുണ്ട്. ഒരു ചോപ്പ് ചോദിച്ചപ്പോ 2021, വൈറ്റ് അറിയണത് 2022. ഇവിടെ ഒരാൾ കേക്ക് കിട്ടായിട്ട് തെറ്റ് നടക്കുകയാണ്.
അപ്പൊ ഇത് മറ്റേ മണിമൂലി ഏരിയത്തെ വണ്ടിയാണ്. ഈ ഏരിയക്കാർക്കൊക്കെ അറിയാക്കാർ ഇവിടുത്തെ കാക്ക ഫേമസ് ആണ് തോന്നുന്നുണ്ട്. എന്താണ് കേക്ക് വാങ്ങിത്തരും കേട്ടോ, നമുക്ക് കാറായില്ലേ. അങ്ങനെ നമ്മള് പരിപാടിയൊക്കെ കഴിഞ്ഞ് പോകാൻ നിക്കാണ്. ഇവിടെ എല്ലാരും ഉണ്ട് കേട്ടോ, ഇരുട്ടായതുകൊണ്ട് കാണാനുണ്ടാവില്ല. അപ്പൊ നമ്മൾ ഇറങ്ങാനുള്ള പരിപാടിയിലാണ്. പോവല്ലമ്മ അമ്മായി പോവാ. അവിടെ ഊഞ്ഞാല പെരിയിലൊക്കെ ഉണ്ട് കേട്ടോ, എടുത്ത് വരികയാണ് കേട്ടോ. അവിടെ കയറ്റിക്കൊണ്ട് നിൽക്കാണ്. കാല് പൊന്തിച്ച് ഇപ്പൊ ഇങ്ങോട്ട് വന്നാതിരി. അങ്ങനെ ഇപ്പൊ കേറി ഇതിനെങ്ങനെ ഇമ്മന്റെപ്പാ കുട്ടികളോ കുട്ടികള് ഇപ്പൊ കേറിക്കോളൂലേ മോട്ടോന്റെ ഡോറ്. അങ്ങനെ വണ്ടി പോവാണ്. ഇമ്മമാനെ കാറ് കയറ്റിക്കണം. ഉമ്മമാനെ കാറ് കയറ്റിയിട്ട് ഉമ്മാനെ എന്റെ സ്കൂട്ടിമ കൊണ്ട് വാ പോവാണ് നമ്മള്. വാ അപ്പം മാറി മാറി ഇരിക്കാന്ന് വിചാരിച്ചു. കാരണം വണ്ടി കിട്ടിയോണ്ട് ഉമ്മ കുറച്ചു നേരം ഇരുന്ന് ഇനി ഇറങ്ങി. ഇനി ഉമ്മമാക്കാണല്ലോ, ഉമ്മമാക്ക് മകന്റെ വണ്ടിയിൽ കേറി പോവുകയാണ്. അപ്പം പോവുകയാണ്. ബിസ്മിയൊക്കെ ചൊല്ലി ഇനി നമ്മള് റോട്ടിൽ ഇറക്കുകയാണ് വണ്ടി. അങ്ങനെ നമ്മളിപ്പോ വണ്ടി പോയിട്ടോ, വണ്ടിനെ ഇവിടെ ഒട്ടും കാണാനില്ല. വണ്ടി പോയി, തറവാട്ടാരം അവിടെ ഉണ്ട്, നമ്മളെല്ലാരും വണ്ടിമ്മയാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മളെ കുറേ കാലമായിട്ട് നടക്കാതെ പോയിട്ട് തട്ടി പോയിട്ട് പഠിച്ചൊന്ന് നടത്തി തരുന്ന ദിവസമാണ്. അതിന് കാരണക്കാരങ്ങളൊക്കെയാണ്, നമുക്കൊന്നും പറയാനില്ല. അപ്പൊ നമ്മളേതായാലും പോട്ടെ. എടാ പോവല്ലേ. അപ്പൊ ഇന്നത്തെ വീഡിയോ അതിലൊക്കെയാണ്. അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും പോട്ടെ. അങ്ങനെ അതാണ് കഴിഞ്ഞു. ഞാനും മമ്മിയോ അലാനും അമ്മായിയോ ഞങ്ങൾ പോട്ടെ. അസ്സലാമു അലൈക്കും. സലാം കൊടുത്താനേ. അസ്സലാമു അലൈക്കും.